അമ്മയെ പോയി മൊഴിയെടുത്തെന്ന് പറഞ്ഞു. അമ്മയെ പോയി മൊഴിയെടുത്തെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു മകള് മരിച്ച് അത്ര വേദനയോടിക്കുന്ന ഒരു സ്ത്രീയാണല്ലോ. സാധാരണ സ്ത്രീകളുടെ മൊഴിയെടുക്കാൻ വീട്ടിൽ വരേണ്ടതാണ്. കരഞ്ഞുകൊണ്ടാണ് നമ്മളിപ്പം കണ്ടത്. അപ്പം കണ്ടത് സാറ് കണ്ടതല്ലേ ആ ഒരു വിഷമത്തോട് വന്ന് കയറിയത്. എന്തൊക്കെയാണെന്ന് പറയുന്നത് തുടങ്ങും ബാക്കി അതിൽ വിളിക്കുന്നില്ല. വീട്ടിൽ വന്നവർക്ക് മുന്നിട്ടാത്തിരുന്ന് സ്ത്രീകളുടെ സ്ത്രീകളുടെ മൊഴിയെടുക്കണമെങ്കിൽ വീട്ടിലാണ് പറയേണ്ടത്. ഇത്രയും ദിവസത്തോടെ നിൽക്കാൻ നമ്മുടെ പോലീസ് ഇതിന് മുതിർന്നിട്ടില്ല. കാരണം അവിടെ ഇപ്പോൾ ലേഡീസ് കോൺസ്റ്റബിളുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് 100 കണക്കിന് കേസുണ്ടാവും. 100 കണക്ക് ആയിക്കോട്ടെ. തെക്കുന്ന പോലീസുകാരെന്ന് പറയുന്നത് ജനങ്ങളെ സ്വത്തിനും ജീവനും സംരക്ഷിക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. കാര്യം എന്നിട്ട് ഞങ്ങളുടെ ഒരു കുഞ്ഞു മരിച്ചിട്ട് അതിൻ്റെതായി ബന്ധപ്പെട്ട് തൃക്കുന്നപ്പുഴ പോലീസുകാർ അന്നത്തെ ദിവസം വന്നതല്ലാത്ത രീതിയിൽ പിന്നെ ഞങ്ങളുടെ വീണ്ടും അതൊക്കെ പോലീസുകാർ വന്നിട്ടില്ല. കുഞ്ഞു മരിച്ച അന്നത്തെ ദിവസം പോലീസ് ഇവിടെ വന്നിട്ടുള്ളതല്ലാതെ രണ്ടാമത് എന്തോ കാര്യത്തിൽ ആവശ്യമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവിടെ ഫോറൻസിക്കിൻ്റെ ആളുകളുമായി വന്നിട്ടുള്ളത് 2 പേര് വന്നിട്ടുണ്ടായിരുന്നു. അത് അവർ സ്വമേധ എടുത്ത കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കൊടുത്ത കേസുമായി ഇവർ 7 ദിവസമായിട്ടുമല്ല ഞങ്ങൾക്ക് അതിന് മൊഴിയെടുക്കാൻ അന്വേഷിക്കരുത്. എൻ്റെ ഉമ്മ രാവിലെ 10 മണിക്ക് എന്നിട്ട് 3 മണി ഈ സമയത്ത് ഭക്ഷണം പോലും കഴിക്കാതെ തള്ളയുടെ രാവിലെ 10 മണിക്ക് പോയ സ്ത്രീയാണ്. മൊഴിയെടുപ്പ് കഴിഞ്ഞോ? ഇല്ല, ഇപ്പം 3 മണിക്കൂർ കഴിഞ്ഞു. ഇനിയുണ്ടോ? ഇനി നിൽക്കണമെന്ന് പറഞ്ഞോ? കാര്യം ഒരു മകന് വേദനിച്ചിരിക്കും. ഇപ്പോൾ മാതാവ് എന്തിക്കണല്ലേ ഇപ്പോൾ ഈ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് വളരെയധികം വീഴ്ച. കാര്യം ഒരു കേസ് അവർ അന്വേഷിക്കുന്നില്ല എന്ന് കൃത്യമായി അന്വേഷിക്കുന്നില്ല. കാര്യം ഇതിനകത്ത് കൃത്യമായ രാഷ്ട്രീയ സ്വാധീനം പോലീസുകാർക്ക് വരുന്നുണ്ട്. നമുക്ക് ബോധ്യപ്പെട്ടതാണ്. ആഭ്യന്തരമന്ത്രി മണ്ഡലമാണെങ്കിൽ പോലും എന്ത് ചെയ്യുന്നില്ല, കൃത്യമായ അന്വേഷണം വരുന്നില്ല. കാര്യം ആഭ്യന്തരമന്ത്രി സ്വാഭാവികമായി നമ്മുടെ പോലീസുകാരെ വിളിച്ച് അന്വേഷിക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലം ഇത്തരം ന്യൂസുകളിലും കാര്യങ്ങളൊക്കെ വന്നിട്ട് പോലും അദ്ദേഹം അത് ചെയ്തിട്ടില്ല. എല്ലാം ഒരുപാട് വരുന്നുണ്ട്. പോലീസുകാരെ പറയരുത്, ചിലപ്പോൾ പോലീസുകാർ തിരിച്ച് നിങ്ങൾക്ക് വേണ്ടി എതിര് നിൽക്കും. ആഭ്യന്തരമന്ത്രിയെ പറയരുത്. ഇത്രയും ദിവസം ഞങ്ങൾ ഒരു മനുഷ്യനെ ആരെയും ഒന്നും പറയാതെ ഞങ്ങളുടെ കുഞ്ഞിനെ നീതി പ്രതീക്ഷിച്ചു. ഈ 7 ദിവസമായിട്ട് പോലും അവർ അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല. സാർ കണ്ടാൽ മനസ്സിലാവും. ആദ്യത്തെ പരാതിയിൽ തൃക്കുന്നപ്പുഴ പോലീസ് നേരിട്ട് പുന്നപ്പുറ സ്റ്റേഷനിൽ നിന്ന് വന്നു. രണ്ടാമത് ഇതിനകത്ത് ഇട്ടതിലും പുന്നപ്പുറ സ്റ്റേഷനിൽ നിന്ന് വന്നു. 3ാമതും പുന്നപ്പുറ സ്റ്റേഷനിൽ നിന്ന് വന്നു. 1 പ്രാവശ്യം തെറ്റി, 2 പ്രാവശ്യം തെറ്റി, 3 പ്രാവശ്യം തെറ്റി. ഞങ്ങൾ ചോദിച്ചപ്പോൾ FIR ക്ലിയർ ആണ്. എന്നിട്ട് FIR ഇട്ടത് ഇതുവരെ FIR ഇട്ടിട്ടില്ല. വകുപ്പിട്ടിട്ടില്ല. പിന്നെ എങ്ങനെ FIR ഇടുന്നത്? ഇതുവരെ വകുപ്പിട്ടിട്ടില്ല. പിന്നെ FIR ഇടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചത്. 7 ദിവസമായിട്ട് ഇവിടെ FIR മറ്റേ കേസിലേക്ക് ആഡ് ചെയ്യുമെന്ന് പറഞ്ഞു. പോലീസ് സ്വമേധയാ കേസെടുത്തത് കുഞ്ഞ് ആത്മഹത്യ ചെയ്തായിട്ട് ആ ഒരു രീതിയിലാണ് കിട്ടി തൂങ്ങിയതിൽ കേസെടുത്തത്. രണ്ടാമത് ഞങ്ങൾ കൊടുക്കുന്ന കേസ് ശ്രീധര പീഡനവും മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കേസാണ് കൊടുക്കുന്നത്. ആ വിഷയങ്ങൾക്ക് 2 FIR ആണ് വേണ്ടത്. ഈ പോലീസുകാർ പറഞ്ഞവരല്ല. ഞങ്ങൾ കൊടുത്ത കേസിൽ FIR-ന്റെ കോപ്പി ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ ആ കേസിലേക്ക് ആഡ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആഡ് ചെയ്യപ്പെടുത്തിരുന്നൊരു നിയമം ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല കൃത്യമായിട്ട്. പിന്നെ പ്രത്യേകിച്ച് ലേഡീസിനെ വീട്ടിൽ വന്നാലും മൊഴിയെടുക്കേണ്ടത്. ഇത്രയും ബുദ്ധിമുട്ടായിട്ടിരിക്കും ഒരു മകൾ മരിച്ച അമ്മയെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പുരുഷനാണ്. എനിക്ക് വളർച്ചത് മൊഴിയെടുക്കാനുള്ളതുള്ളൂ. അന്നത്തെ ദിവസം രാത്രി തന്നെ എന്നെ ഇവിടുന്ന് വിളിപ്പിച്ചു. എൻ്റെ കുഞ്ഞു മരിച്ച അന്ന് രാത്രി ഞാൻ ചെന്നു. എൻ്റെ വട്ടാന ഹോസ്പിറ്റലിൽ മോർച്ചറി കിടക്കുന്ന സമയത്ത് എന്നെ ഇവിടുന്ന് വിളിപ്പിച്ചു. ഞാൻ ചെന്നു. ആ മര്യാദയൊക്കെ നമ്മൾ പോലീസുകാരോട് കാണിച്ചു. തിരിച്ച് നമ്മളോട് മര്യാദ അവർ കാണിക്കുന്നില്ല. നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ മണ്ഡലമാണിത്. ഇവിടുന്നാണ് ഏറ്റവും കൂടുതൽ വോട്ട് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ മണ്ഡലത്തിൽ ഞങ്ങളുടെ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ വോട്ടിട്ടിരിക്കുന്നത്. വോട്ടിന്റെയും കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹം അതിന്റെ കൃത്യമായ ഈ ന്യൂസും കാര്യങ്ങളൊക്കെ വന്ന് അദ്ദേഹം തിരക്കിയിട്ടുണ്ടോ? ഒറ്റ ഫോൺ കോൾ മതിയല്ലോ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ. അന്നത്തെ ദിവസം ഇവിടെ ഒരുപാട് സ്കൂൾ കടന്നും കാര്യങ്ങളൊക്കെ വന്നു. ഒരു മരിപ്പൂടല്ലേ. നമുക്ക് അദ്ദേഹത്തോട് യാതൊരു വിരോധവും ഇല്ല. അദ്ദേഹത്തിന്റെ പോലീസുകാർ കൃത്യമായി ചെയ്യുന്നില്ല. ഹെൽമെറ്റ് ഇല്ലാത്തതിന് പറ്റിയടിക്കും 250 രൂപയ്ക്ക് കുറച്ച് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പലമാതിരി വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ പലമാതിരി വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. ആവശ്യമില്ലാത്ത ഉദ്ഘാടനങ്ങൾക്ക് പോകുന്നു. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഒരു പെൺകുട്ടി മരിച്ചതുമായി ബന്ധപ്പെട്ട് അത് എന്ത് നിലപാടാണ് ഇപ്പോൾ എടുത്തത് അദ്ദേഹം എടുത്തിരിക്കുന്നത്? അദ്ദേഹത്തെ ആഭ്യന്തരമന്ത്രി ഏറ്റെടുത്തില്ല. പിന്നെ ആദ്യത്തെ മരണമാണ്. അദ്ദേഹം എന്ത് ചെയ്തു? സ്ത്രീധന പീഡനം പറഞ്ഞ ആദ്യമാണ്. എന്ത് ചെയ്തു? ഞങ്ങൾക്ക് നീതി വേണ്ടേ? ഞങ്ങൾ സ്വയം നീതി നടപ്പാക്കാതെ വരുമ്പോഴാണ് ഇവിടെ കൊലപാതകങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പം നേരെ മറിച്ച് ഒരു MLA-യുടെ മകളായിരുന്നു, ഒരു MP-യുടെ മകളായിരുന്നു, ഒരു മന്ത്രിയുടെ മകളായിരുന്നെങ്കിൽ സ്പോട്ടിൽ പ്രതികളെ പിടിക്കത്തില്ലേ? ഞങ്ങൾ സാധാരണക്കാരായതുകൊണ്ടാണ്. അധികാരമുള്ളതിൻ്റെ മാത്രമേ ഉള്ളൂ ഇതൊക്കെ. നിയമം അവരുടെ വഴിക്ക് പോകണം. അതൊരു വശത്തേക്ക് എറിഞ്ഞു പോകുമല്ലോ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ സ്വയം നിയമം നടപ്പിലാക്കണം. അവർ പറ, എൻ്റെ പങ്കൾക്ക് വേണ്ടി ഞാൻ ആങ്ങളെ സ്വയം നിയമം നടപ്പിലാക്കിയാൽ എന്നെ അവരോട് അറസ്റ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് ആയുഷ്കാലം മൊത്തം ജയിലിലിടും. സ്പോട്ടിൽ പിറ്റേ ദിവസം തന്നെ പൊക്കും. ഈ അന്വേഷിക്കാനോ തെളിവെടുക്കാനോ വിധി എടുക്കാനോ ഒന്നും പോലീസ് അനുവദിക്കത്തില്ല. അത് സ്വാധീനമുള്ളവനെന്നും നിയമം അവൻ്റെ വഴിക്കാണ്. ഒരു കൊച്ചു മരിച്ചവൻ്റെ വേദന ഞങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ. ഇത് കാണിക്കുന്ന നീതിനിഷേധമാണ് ഈ കാണിക്കുന്നത്. തൃക്കുന്നപ്പുഴ പോലീസ് ഉൾപ്പെടെ ഇത് കാണിക്കുന്നത്. ഇനി അവർക്കെന്ത് തോന്നിയാലും നമുക്ക് യാതൊരു പ്രശ്നമില്ല. 7 ദിവസമായിട്ട് കൃത്യമായി എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഉമ്മയുടെ മൊഴി എടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ വാപ്പ ഇന്നലെ സ്റ്റേഷനിൽ അടിസ്ഥാനത്തിലാണ്. എന്നിട്ട് പോലും നിങ്ങൾ ഇവിടെ വന്ന് മൊഴി എടുക്കാൻ ടൈം പോലും നമ്മൾ പറഞ്ഞില്ല. നമ്മളങ്ങോട്ട് ചെന്നതിന് ശേഷം അവരെടുക്കുന്നത് ചെയ്യുന്നത്. ആവശ്യക്കാർ നമ്മളാണ്. പക്ഷേ ഇത് അന്വേഷിക്കേണ്ടതാരാ? ഈ പോലീസുകാർക്ക് ശമ്പളം കൊടുത്ത് ജനങ്ങളുടെ സ്വത്തിനും സംരക്ഷണത്തിനും വേണ്ടി കണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് സംരക്ഷണം ഇല്ലേ? ഞങ്ങൾക്ക് നീതി വേണ്ടേ? ഞങ്ങൾ ആരൊക്കെ പോയി ചോദിക്കും? ഞങ്ങളുടെ കുഞ്ഞ് മരിച്ചതിന് വേണ്ടി ആരൊക്കെയാണ് പോയി ചോദിക്കേണ്ടത്? ഞങ്ങൾ നേരിട്ട് പോയി ചോദിക്കട്ടെ അവരോട്. അവർ പറ, ഞങ്ങൾക്ക് പറ്റത്തില്ല, അന്വേഷിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല, നിങ്ങളുടെ പാടായി, നിങ്ങൾ ചെയ്തോളാം പറ, ഞങ്ങൾ ചെയ്തോളാം. ഇത് ഞങ്ങൾ പിന്നെ ആരൊക്കെ ചോദിക്കണം? ഞങ്ങൾ സാമ്പത്തികം ഉള്ളവൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ
പിടിവാളുള്ള വീട്ടിലായിരുന്നെങ്കിലും ഇതിനകത്ത് വേറെ ആരെങ്കിലും രാഷ്ട്രീയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ? കൃത്യമായ രാഷ്ട്രീയ സ്വാധീനം ഉണ്ട് ഇതിനകത്ത്. ഷാനിമോൾ ഉസ്മാന്റെ റിലേഷനാണ് കല്യാണം ആലോചിക്കാൻ വന്നപ്പോൾ തന്നെ ഇവരിങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങളുടെ ഒരു ബന്ധുവാണ് ഷാനിമോൾ ഉസ്മാന്റെ റിലേഷൻ ആണെന്നൊക്കെ അവർ പറയുന്നത്. അവർ ചെയ്തു എന്നല്ല നമ്മൾ പറയുന്നത്. ദേവ സ്ത്രീയാണ്, അവർക്ക് മകളുള്ളതാണ്, കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അവരങ്ങനെ ചെയ്യില്ല. ഒരു സ്ത്രീ ഒരിക്കലും ഒരു സ്ത്രീക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇത്രത്തോളം ഒരു അതിന്റെ കുഞ്ഞിന്റെ മുഖത്തോട്ട് നോക്കിയാൽ പോലും അവർക്ക് കഴിയില്ല. ഈ രാഷ്ട്രീയ സ്വാധീനം ഇത്ര എവിടെ നിന്ന് വന്നു നമ്മൾ ആലോചിക്കുന്നു. അവർ വീട്ടിൽ നിന്ന് മുങ്ങിയിട്ട് പോലും പ്രതി അല്ലെങ്കിൽ അവർ മുങ്ങേണ്ട കാര്യമുണ്ട്. വീട്ടിലില്ല, ഇപ്പോൾ വീട്ടിലില്ല. ഇത് എന്തുകൊണ്ട് ഈ അന്വേഷണം വൈകിപ്പിക്കുന്നവർ? പ്രതികൾ അറസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞില്ലേ? 7ാം ദിവസമാണ് പിതാവ് അവരെ വൈകുന്നേരം ചടങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വാങ്ങി വന്നതാണ്. അപ്പോൾ അതാണ് ഈ സഹോദരനാണ് ഇപ്പോൾ വന്ന് പോയത്. അപ്പോൾ അവർക്ക് ഇന്ന് 7ാം ദിവസമാണ്. അപ്പോൾ പോലും അവർക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് എന്തൊരു കഷ്ടം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളതാണ്. ഏതായാലും ഈ ക്രൂരമായ കൊലപാതകം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു പെൺകുട്ടി ഈ പെൺകുട്ടിയെ കൊണ്ട് തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ഉമ്മയും അവരുടെ വീട്ടുകാരും കയറി ഇറങ്ങി നടന്ന് ഇവരെ നിർബന്ധിച്ച് ഈ കല്യാണം നടത്തിച്ചത്. അവർ 19 വയസ്സേ ആയിട്ടുള്ള കുറച്ചുകൂടെ കഴിയട്ടെന്ന് പറഞ്ഞിട്ട് പോലും അവർ സമ്മതിക്കാതെ അവർ നിർബന്ധമായിട്ട് ഈ കല്യാണം കഴിപ്പിച്ചു. അവരെന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് പെണ്ണിനെ മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ 11.5 ലക്ഷം രൂപയുടെ സ്വർണ്ണവും നല്ല രീതിയിലുള്ള കല്യാണവും നടത്തി. പയ്യൻ്റെ ഉമ്മയ്ക്ക്, പയ്യൻ്റെ സഹോദരിക്ക്, പയ്യൻ്റെ അളിയന്, ഇത്രയും പേർക്കും ഒരു മോതിരം, സ്വർണ്ണ മോതിരം അല്ലാതെയും കൊടുത്ത് ആണ് ഈ കല്യാണം നടത്തിയിരിക്കുന്നത്. ഇവർക്കെല്ലാം സ്വർണം കൊടുത്തിട്ട് ഇത്രമാത്രം കഷ്ടപ്പെട്ടൊരു പെണ്ണിനെ അയച്ചിട്ട് ഒരു പെൺകുട്ടി, മിടിമിടിക്കായിട്ടുള്ള പെൺകുട്ടി, നല്ല കാണാൻ കൊള്ളാവുന്നൊരു പെൺകുട്ടി, +2 നല്ല മാർക്കോട് കൂടി പാസ്സായ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ കൊന്ന് 39ാം ദിവസം കൊന്നു തള്ളിയത്. ആര് ചോദിക്കാനാണ്? ഈ സംസ്ഥാനത്ത് ഒരു ആഭ്യന്തര വകുപ്പുണ്ടോ എന്ന് ഈ ആഭ്യന്തര വകുപ്പിൻ്റെ മന്ത്രിയുടെ ഈ മണ്ഡലത്തിൽ നിന്ന് തന്നെ ചോദിക്കേണ്ടി വരുന്നത് ഗതികേടാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ആഭ്യന്തരമന്ത്രി അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ വിഷയത്തിൽ ഇടപെടണം. അങ്ങയുടെ ഒരു ചെറിയ ഫോൺ കോൾ മതി. അങ്ങയുടെ ഒരു സെക്രട്ടറി ഒരു ഫോൺ കോള് കുന്നപ്പുഴ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചാൽ അവർ തുള്ളിക്കൊണ്ട് ഇവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയും. അല്ല, അങ്ങയുടെ മണ്ഡലത്തോട് കാണിക്കുന്ന അനീതിയാണ്. ഒരു വലിയ പ്രശ്നം നടക്കുമ്പോൾ ഒരു പെൺകുട്ടി, അങ്ങക്ക് വോട്ട് ചെയ്തൊരു പെൺകുട്ടി മരണപ്പെടുമ്പോൾ അങ്ങ് തിരിഞ്ഞു നോക്കാതിരിക്കുന്നത് വളരെ തെറ്റാണ്. തീർച്ചയായിട്ടും നീതി കിട്ടുക എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങ് കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് ഞങ്ങൾ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.